സീസണിലെ ആദ്യ ഹോം മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം തന്നെയാണ്. ഈ പരാജയങ്ങളുടെ തുടർക്കഥ കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടുപോകുന്നില്ല. ഈ സീസണിലെ ആരാധകർക്ക് മുന്നിൽ, സ്വന്തം ആരാധകർക്ക് മുമ്പിൽ ആദ്യമായി ഒരു മത്സരം വിജയിക്കാമെന്ന പ്രതീക്ഷയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് എത്തുന്നത്. പക്ഷേ മുംബൈ സിറ്റി FC എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടേണ്ടി വന്നു. 48-ാം മിനിറ്റിൽ ലാലിയുൻസല ചാങ്തിയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരായ ആ ഗോൾ നേടിയത്. ഈ മത്സരത്തിൽ ഓർത്തുവെക്കാൻ പറ്റുന്ന പ്രകടനങ്ങളൊന്നുമില്ല. 38-ാം മിനിറ്റിൽ ഡയസിന് ലഭിച്ച പെനാൽറ്റി സേവ് ചെയ്തു എന്നതൊഴിച്ചാൽ അതിനപ്പുറം ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു നിമിഷം പോലും ഈ കളിയിൽ ഉണ്ടായിട്ടില്ല. ഇരു ടീമുകളും വളരെ മോശമായി തന്നെയാണ് ഈ കളി കളിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ടീമുകളും വളരെ മികച്ച കളി കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. 4-4-2 എന്ന ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിന് കളിക്കാനായി ഇറങ്ങിയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഏത് ഫോർമേഷനിലാണ് കളിച്ചതെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് തന്നെ ഒരു വ്യക്തതയില്ല. രണ്ടാം പകുതിയിലൊക്കെ വിവിധ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നോക്കി, പക്ഷേ വിജയിക്കാനായില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇതിൽ കടന്നു പോകുന്നുണ്ട്. ചേട്ടാ, തോറ്റുപോയി, വീണ്ടും തോറ്റുപോയി. അതെ, രണ്ടാമത്തെ തോൽവി, ഒന്നും പറയാനില്ല. ഈ വരുന്ന മത്സരങ്ങൾ ജയിക്കുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നല്ല കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി മെച്ചപ്പെട്ട ഒരു. അപ്പോ അടുത്ത മത്സരങ്ങൾ ജയിക്കാമെന്നാണ് പ്രതീക്ഷ. പക്ഷേ തോറ്റുപോയി. ഡ്രോയോ? നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഡ്രോ എന്നാ പറയാ? It was decent. Kerala put up a fight right to the end. It's just disappointing that Kerala didn't get points from the game. This is my first match in India I've seen. I make videos around the world about football. I want India to do very well in football one day. Inshallah, what do you want to say? India win Asian Cup one day. And how was the experience? How was the experience of Indian Super League? So the Indian Super League, the best part is the fans, the people. Look at the people. They're great people. People are very decent. People are very friendly. You go to Indian game, everyone very friendly. No one get mad at me for coming. Everyone very friendly. Everyone can get, crazy emotions. And so I think one day, 30, 40 years, Indian football one of the top leagues. Like India economy get better, Indian league get better. Jai Hind. ലോകമെമ്പാടും നടന്ന ഫുട്ബോൾ മത്സരങ്ങൾ കണ്ട് വ്ലോഗ് ചെയ്യുന്ന ഒരു വ്ലോഗറാണ്. പക്ഷേ അദ്ദേഹം ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ മത്സരം കാണുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്നത്തെ മത്സരം അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ആദ്യ മത്സരവും തോറ്റു. മോഹൻ ബഗാനോട് അവരുടെ ഗ്രൗണ്ടിൽ തോറ്റു. രണ്ടാമത്തെ മത്സരം സ്വന്തം ഗ്രൗണ്ടിൽ മുംബൈ സിറ്റിയോടും തോൽക്കുന്നു. ഒരു പോയിന്റ് പോലും ഈ സീസണിൽ ഇതുവരെ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ടില്ല. അപ്പോൾ വരുന്ന മത്സരങ്ങളിൽ വിജയിക്കണം. പക്ഷേ ഈ പെർഫോമൻസ് ആണെങ്കിൽ, ഈ കളിയാണ് കളിക്കളത്തിൽ കാഴ്ചവെക്കുന്നതെങ്കിൽ ഇതേ നില തന്നെയായിരിക്കും അടുത്ത മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുക. പോയിന്റ് പട്ടികയിൽ മുൻ സീസണിലൊക്കെ പോലെ തന്നെ പുറകിലേക്ക് ആകാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വിധി. ഇതേ നിലവാരം തന്നെയാണ് തുടരുകയാണ്. അപ്പോൾ വരും മത്സരങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക. അതാണ് ആരാധകരുടെ ആവശ്യം. അല്ലെങ്കിൽ ഇന്ന് വളരെ കുറച്ച് ആരാധകരാണ് മത്സരം കാണാൻ വന്നത്. വരും മത്സരങ്ങളിൽ ഇനിയും ആരാധകരുടെ എണ്ണം കുറയും. അപ്പോൾ സ്വന്തം ഗ്രൗണ്ടിൽ വളരെ കുറഞ്ഞ ആരാധകരുടെ ഒരു കീഴിൽ കളിക്കേണ്ടി വരിക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ സങ്കടമുളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ആരാധകർക്ക് വേണ്ടിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കളിച്ച് ജയിക്കാൻ ശ്രമിക്കുക. സഞ്ജു പത്തമ്മലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.